ആറന്മുള ആംബുലൻസ് പീഡന കേസിലെ പ്രതി നൌഫലിന് ജീവപര്യന്തം ശിക്ഷ. പത്തനംതിട്ട പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. 2020 സെപ്റ്റംബർ 5 രാത്രിയിലായിരുന്നു കോവിഡ് ബാധിതയായ യുവതിയെ നൌഫൽ ആംബുലൻസിൽ വെച്ച് ലൈംഗികമായി പീഡിപ്പിച്ചത്. ഗൂഗിളിനാഥ് വിവരങ്ങളായിട്ട്. ഗൂഗിൾ, അന്ന് കോവിഡ് കാലത്ത് ആകെ അസ്വസ്ഥരായിരുന്ന സമൂഹത്തിന് മുന്നിലേക്കാണ് ഇങ്ങനെ ഒരു വാർത്ത കൂടി വന്നത്. അവിടെയും രക്ഷയില്ലേ എന്ന രീതിയിൽ അന്ന് ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട കാര്യം കൂടിയാണ്. വർഷങ്ങൾ പിന്നിടുമ്പോൾ ശിക്ഷാവിധിയിലേക്ക് വരുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഡിവിഷ 2020 സെപ്റ്റംബർ 5 ഈ സംഭവം ഉണ്ടാകുന്നത്. പെൺകുട്ടിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയാണ് ആറന്മുളയിലെ മൈതാനത്ത് വെച്ച് പെൺകുട്ടിയെ അതിക്രൂര പീഡനത്തിന് നടക്കുന്നത്. അന്ന് തന്നെ വലിയ രീതിയിൽ ചർച്ചകൾ ഉയർന്നിരുന്നു. സംസ്ഥാന സർക്കാരിനെതിരെയൊക്കെ വലിയ വാർത്തകളുമൊക്കെ വന്നതാണ്. കാരണം ആരോഗ്യ രംഗം ഇത്രത്തോളം അതപ്പതിച്ചു തുടങ്ങിയ വാർത്തകളിലൊക്കെ അന്ന് ഇടം പിടിച്ചിരുന്നു. കോവിഡിന്റെ സമയത്ത്, കോവിഡ് അത്രത്തോളം കൂടിയിരുന്ന സമയത്താണ് പെൺകുട്ടിക്ക് ആരോഗ്യപരമായ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുകയും തുടർന്ന് പന്തളത്ത് നിന്ന് അടൂരിലേക്ക് കൊണ്ടുപോകും വഴിയാണ് ഇത്തരത്തിൽ ദിശ മാറ്റി കൊണ്ടുപോയി പെൺകുട്ടി അതിക്രൂര പീഡനത്തിനിരക്കിയത്. പെൺകുട്ടി തന്നെ അന്ന് വീഡിയോയിൽ ചില ദൃശ്യങ്ങൾ ശേഖരിച്ചിരുന്നു. ആ ദൃശ്യങ്ങളാണ് നിർണായകമായത്. ആ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് പിറ്റേ ദിവസം തന്നെ കായംകുളം സ്വദേശിയായ നൌഫലിനെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരുന്നു. സംസ്ഥാന സർക്കാരിന്റെ തന്നെ കനിവ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വാങ്ങിയ 108 ആംബുലൻസിൽ വെച്ച് നടന്ന പീഡനം അന്ന് വലിയ ചർച്ചകളാകുകയും ചെയ്തതാണ്. എന്തായാലും അതിനുശേഷം പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന പ്രകാരം ഒക്കെ കേസ് ഉണ്ടായിരുന്നു. 6ഓളം കേസുകളിലാണ് ഇപ്പോൾ 6ഓളം കേസുകൾ അന്ന് രജിസ്റ്റർ ചെയ്യപ്പെട്ടിരുന്നു. അതിലാണ് ഇപ്പോൾ വിധി ഉണ്ടായിരിക്കുന്നത്. ജീവപര്യന്തം ശിക്ഷയും 1,80,000 രൂപയുമാണ് വിവിധ വകുപ്പുകളിൽ പിഴ ചുമത്തിയിരിക്കുന്നത്. എന്തായാലും അതേ തുടർന്ന് കഴിഞ്ഞ 4.5 വർഷമായി പ്രതി വിചാരണ തടവിലായിരുന്നു കായംകുളം സ്വദേശിയായ നൌഫൽ. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് കോവിഡിന്റെ ആ പ്രശ്നത്തിന്റെ സമയത്താണ് ഈ പീഡനം നടക്കുകയും അത് കേരള മനസാക്ഷിയെ ആകമാനം ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു. 19-കാരിയെ ഇത്തരത്തിൽ വാഹനത്തിൽ വെച്ച് അതിക്രൂര പീഡനത്തിനിരയാക്കുകയും പെൺകുട്ടി വിസമ്മതിച്ചപ്പോൾ പെൺകുട്ടിയെ ശാരീരികമായി ഉപദ്രവിക്കുകയും ചെയ്ത ഒരു കേസാണ്. എന്തായാലും അതിലിപ്പോൾ വിധി ഉണ്ടായിരിക്കുകയാണ്. എന്തായാലും SP അടക്കമുള്ളവർ പറഞ്ഞത് രാജ്യത്ത് ആദ്യമായിട്ടാണ് ഈ പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമപ്രകാരം എല്ലാ പ്രൊസീഡിങ്സും, കോടതിയുടെ എല്ലാ പ്രൊസീഡിങ്സും ഡിജിറ്റലൈസായി തന്നെ തെളിവുകൾ ശേഖരിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണം രാജ്യത്ത് ആദ്യമായി നടക്കുന്നതും ആറന്മുളയിലെ ഈ പീഡന കേസാണ്. എന്തായാലും അതിലാണ് ഇപ്പോൾ വിധി ഉണ്ടായിരിക്കുന്നത്. പ്രതി നൌഫൽ മുൻപും പല കേസുകളിലെ പ്രതിയാണ്. അങ്ങനെയുള്ള ഒരു പ്രതിയാണ് കേരള സംസ്ഥാന സർക്കാരിൻ്റെ തന്നെ 108 ആംബുലൻസ് ഓടിച്ചിരുന്നുള്ളതാണ്. മുൻപ് ഇത്തരത്തിൽ പല കേസുകളിലും പ്രതിയായ വ്യക്തിയാണ്. അതായത് വധശ്രമം അടക്കമുള്ള കേസുകളിൽ ഇയാൾ പ്രതിയായിരുന്നു. ആ കേസുകളിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷമാണ് കോവിഡ് കാലത്ത് ഇത്തരത്തിൽ വാഹനം ഓടിക്കുകയും തുടർന്ന് പെൺകുട്ടിയെ ഉപദ്രവിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുകയും ചെയ്തു. എന്തായാലും ഈ സമയത്ത് 2020 നടന്ന ആ ഒരു സംഭവത്തിൽ മറ്റൊരു പെൺകുട്ടി കൂടി വാഹനത്തിലുണ്ടായിരുന്നു. ആ പെൺകുട്ടിയെ ആറന്മുളയിൽ ഇറക്കിയതിന് ശേഷമാണ്, കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ ഇറക്കിയതിന് ശേഷമാണ് ആറന്മുളയിലേക്ക് ദിശ മാറ്റിവിടുകയും പെൺകുട്ടിയെ വാഹനത്തിൽ കടത്തിക്കൊണ്ടുപോയി ആളൊഴിഞ്ഞ മൈതാനത്ത് വെച്ച് പീഡനത്തിനിരയാക്കുകയും ചെയ്തു. അന്ന് തന്നെ പെൺകുട്ടി എതിർത്ത സമയത്ത് ആക്രമിക്കുകയും ആ സമയം പെൺകുട്ടി ഇത്തരത്തിൽ ഫോണിൽ ചില ദൃശ്യങ്ങൾ ശേഖരിച്ചിരുന്നു. അത് തന്നോട് കൃത്യശേഷം മാപ്പപേക്ഷിക്കുന്ന നൌഫലിന്റെ ദൃശ്യങ്ങളായിരുന്നു. അതൊക്കെ തന്നെ ഈ കേസിൽ നിർണായകമായി. ഒപ്പം സാക്ഷിമൊഴികളൊക്കെ തന്നെ നൌഫലിന് എതിരായിട്ടുണ്ടായിരുന്നു. തുടർന്ന് നൌഫലിനെ പിറ്റേ ദിവസം തന്നെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. അതിലാണ് ഇപ്പോൾ നിർണായക വിധി ഉണ്ടായിരിക്കുന്നത്. നൌഫലിന് ജീവപര്യന്തം ശിക്ഷയും 1,80,000 രൂപ പിഴയുമാണ് കോടതി വിധിച്ചിരിക്കുന്നത്. ദിവിഷ്.